ബേപ്പൂർ ഉൾപ്പെടുന്ന മഞ്ചേരി പാർലമെന്റ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായിരുന്ന അഹല്യ ശങ്കറിന് 12,000 വോട്ടുകൾ ലഭിച്ച സ്ഥലത്താണ് ഡോക്ടർ മാധവൻകുട്ടിക്ക് അത്രയും വോട്ട് ലഭിച്ചത്. സ്വാഭാവികമായും ഈ ലീഗ് വോട്ടുകൾ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ അന്ന് മുതൽ ഈ ആരോപണം കേരള രാഷ്ട്രീയത്തിൽ പലപ്പോഴും, അത് കോലീബി സഖ്യത്തിൻ്റെ ആരോപണമാവാം, അതിനു മുമ്പ് അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ജനസംഘവുമായി CPIM ചേർന്നു എന്നുള്ള ഒരു ആരോപണമുണ്ട്. ജനസംഘമായിരുന്നില്ല, അത് ജനതാ പാർട്ടിയുമായിട്ടുള്ള സഖ്യത്തിൻ്റെയാണ്. എന്തായാലും അതൊക്കെ ഈ കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ചില ആരോപണങ്ങളാണ്. പാലക്കാട് ശിവദാസ മേനോൻ്റെ കൺവെൻഷന് അവിടെ പാലക്കാട് ഗൗണ്ടർ കൺവെൻഷൻ സെൻറ്ററിൽ ഓഡിറ്റോറിയത്തിൽ അത് ഉദ്ഘാടനം ചെയ്തത് LK അഡ്വാനിയാണ് എന്ന കാര്യം. അതുപോലെ ഉദുമയിൽ KG മാരാരായിരുന്നു അന്ന് CPIM സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി എന്ന കാര്യം. ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗം. അതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗം. ഞാൻ പറഞ്ഞ ഈ ആരോപണങ്ങൾ ഇങ്ങനെ പിന്നീട് കാലാകാലങ്ങളിൽ ഇത് ആവർത്തിക്കുന്നു. ഇപ്പോഴിത് പാലക്കാട് എത്തി നിൽക്കുന്നു. ഇതിനിടെ നേരത്തെ നടന്ന നേരത്തെ തനേഷ് തമ്പി പറഞ്ഞാണ്, നേമത്ത് 2016 O രാജഗോപാൽ ജയിച്ചപ്പോൾ അന്ന് UDFിൻ്റെ വോട്ടുകൾ, കോൺഗ്രസിൻ്റെ വോട്ടുകൾ പോയി എന്ന ആരോപണമായിരുന്നു. V സുരേന്ദ്രൻ പിള്ളയായിരുന്നു അന്ന് UDF സ്ഥാനാർത്ഥി. സ്കറിയ തോമസ് കേരള കോൺഗ്രസ് വിഭാഗക്കാരനായി LDFിൻ്റെ ഭാഗമായിട്ട് നിന്നയാളാണ് V സുരേന്ദ്രൻ പിള്ള. സ്കറിയ തോമസ് വിഭാഗത്തിന് തിരുവനന്തപുരം സീറ്റ് കിട്ടില്ല എന്നുറപ്പായപ്പോൾ ജനതാദൾ യുവിലേക്ക് ചാടി. അങ്ങനെ അവിടെ നേമം മണ്ഡലത്തിൽ പോയി മത്സരിച്ച് 7,000-ൽ പരം വോട്ടുകൾ മാത്രമാണ് അന്ന് സുരേന്ദ്രൻ. ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് എന്തെങ്കിലും അടിസ്ഥാനം വേണ്ടേ എന്നുള്ളതാണ്. ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ആരോപണം CPM BJP ഡീലാണല്ലോ കോൺഗ്രസ് ആരോപിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഷാഫി പറമ്പിൽ ഇതിന് മുൻപ് അവിടെ മത്സരിക്കുമ്പോൾ തുടർച്ചയായി മത്സരിച്ചിട്ടും കേവലം 3000-ലധികം മാത്രം വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. ഒരുപക്ഷെ BJP അവിടെ വരും എന്ന അവസാന നിമിഷം വരെ ഉദ്വേഗമുണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. പിന്നീട് രാഹുൽ മാങ്കുടത്തിൽ ഭൂരിപക്ഷം ഉയർത്തുന്നത് രാഹുൽ മാങ്കുടത്തിലിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടുകൂടിയാണ്, തർക്കമില്ല. ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരം എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ പോലും അവകാശവാദം. പിന്നെ എങ്ങനെയാണ് 2025-ലേക്ക് എത്തുമ്പോൾ അവിടെ CPIM-ന് ഇങ്ങനെ ഒരു ഡീൽ നടത്താനും മാത്രമുള്ള ശക്തി ഉണ്ടെന്ന് കോൺഗ്രസിന് തോന്നുന്നത്? അപ്പോൾ അത് ഉറപ്പായും കോൺഗ്രസിന്റെ പരാജയഭേദിയാണ്. അതിൽ നമ്മൾ 2016 വരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കുമ്പോൾ അവിടെ LDFും UDFും തമ്മിലായിരുന്നു മത്സരം. നേരത്തെ ഈ പാലക്കാട് മണ്ഡലത്തെ സ്ഥിരമായി പ്രതിനിധാനം ചെയ്തിരുന്ന ഒരു CM സുന്ദരം ഉണ്ടായിരുന്നു, സുന്ദരസ്വാമി എന്നറിയപ്പെട്ടിരുന്ന. പിന്നീട് TK നൌഷാദ് ആ മണ്ഡലത്തിൽ ജയിച്ചിട്ടുണ്ട്, CPIM സ്ഥാനാർത്ഥിയായി. ദിവാകരൻ ജയിച്ചിട്ടുണ്ട്. അതെ, PK ദിവാകരൻ CITU നേതാവ്, അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ 2016-ൽ ശോഭാ സുരേന്ദ്രൻ വരുന്നതോടുകൂടിയാണ് ആ മണ്ഡലത്തിലെ ആ മത്സര ചിത്രം മാറുന്നത്. മത്സരം UDFും BJPയും എന്ന നിലയിലേക്ക് 40,000-ൽ പരം വോട്ടുകൾ എന്ന നിലയിലേക്ക് അന്ന് ശോഭാ സുരേന്ദ്രൻ കൊണ്ടുവന്നു. LDFിൻ്റെ വോട്ട് വിഹിതം അവിടെ കുറയുന്ന കാഴ്ചയാണ് പിന്നീട് 2016-ൽ കണ്ടത്. അത് 2021-ലെത്തിയപ്പോൾ ഈ ശ്രീധരൻ 50,000-ൽ പരം വോട്ടുകൾ എന്നായി. അപ്പോഴും LDFിനെ സംബന്ധിച്ച് ആ വോട്ട് അവർ 3-ാം സ്ഥാനം എന്ന നിലയിലേക്ക് അത് മാറി. അല്ല ദിലീപ്, അതൊക്കെ പറയുമ്പോഴും പാലക്കാട് നഗരസഭയിൽ കൃത്യമായി BJP അവരുടെ ഒരു കൃത്യമായ ഒരു വളർച്ച അവർ പാലക്കാടുകാരനായതുകൊണ്ട് ആ പാലക്കാടിന്റെ കുറച്ചുകൂടി, അതായത് ഈ ഒരു വാദം അടിസ്ഥാനരഹിതമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന കാര്യം, കേരളത്തിൽ BJPയും കോൺഗ്രസും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്ന അപൂർവ മണ്ഡലങ്ങളിൽ, പഞ്ചേശ്വരം പോലെയുള്ള മണ്ഡലങ്ങളിൽ 2000-ന് ശേഷം വന്നിട്ടുള്ള BJPക്ക് വലിയ വേരോട്ടം ഉണ്ടായതിനു ശേഷമുള്ള കണക്കുകൾ പ്രകാരം BJPയും കോൺഗ്രസും നേരിട്ട് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. അത് നമുക്ക് കണക്കുകൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ കണക്കുകൾ വരുന്നത് 2016-ന് ശേഷം. അതെ, 2016-ന് ശേഷം. അതിനുശേഷം പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. നമുക്കറിയാം 2021-ലെ തെരഞ്ഞെടുപ്പിൽ CPIM സ്ഥാനാർത്ഥിയെ കിട്ടാതെ വലഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അഡ്വക്കേറ്റ് CP പ്രമോദ്, AK ബാലന്റെ അന്ന് മന്ത്രിയായിരുന്ന AK ബാലന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹത്തെ ഏറ്റവും അവസാന നിമിഷമാണ് അവിടെ ഇറക്കുന്നത്. കാരണം 3-ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹം 3-ാം സ്ഥാനത്തേക്ക് പോയി. അതിനുശേഷം പിന്നീട് പച്ച തൊട്ടിട്ടില്ല എന്ന് കോൺഗ്രസിൽ നിന്ന് അതിനകത്ത് CPM റിപ്പോർട്ട് ചെയ്യപ്പെട്ട നാണം കെട്ട 3-ാം സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് പാലക്കാടിന്റെ കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.